ഹായ് അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സെക്കൻഡ് ബ്ലോഗ്. നമ്മൾ എത്ര വലുതായാലും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു കുട്ടി തന്നെ ഉണ്ടാവും. കിഡ്സിന്റെ പ്ലേ ഏരിയ കാണുമ്പോഴും സ്ലൈഡ് കാണുമ്പോഴും ട്രെയിൻ കാണുമ്പോഴും മൂന്നാൾ കാണുമ്പോൾ ഒക്കെ നമുക്ക് ഒന്ന് കയറി നോക്കിയാലോ എന്ന് തോന്നും. പക്ഷെ പലപ്പോഴും മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ആൾക്കാർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിൽ കയറാനോ അതിൽ കളിക്കാനോ ഒന്നും പോയില്ല. ഇന്ന് ഞങ്ങൾക്ക് അങ്ങനൊരു ദിവസമായിരുന്നു. ഞങ്ങൾ ആക്ച്വലി ഇവിടെ വന്നത് മിസ്സിന്റെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടായിരുന്നു, ബർത്ത്ഡേന്റെ. പക്ഷേ ഈ കുട്ടികളെ കളിക്കുന്ന ട്രെയിനും കിഡ്സ് ഏരിയയൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ ഇതൊന്നും ആലോചിച്ചില്ല. ഞങ്ങൾ വേഗം അവിടെ കയറി എല്ലാം എൻജോയ് ചെയ്തു. ഇത് ആക്ച്വലി കുട്ടികൾക്കുള്ള ട്രെയിനാണ്. ഇതിൽ മെസ്സിനെ കയറ്റാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കയറിയത്. പക്ഷേ മെസ്സിനെക്കാളും ഏറ്റവും എക്സൈറ്റഡ് ഞങ്ങളായിരുന്നു. ഉമ്മാനെ ഞാൻ പിടിച്ച് കയറ്റിയതാണ്. ഒരു കണക്കിന് ട്രെയിനിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. അവസാനം ഞങ്ങൾ പിടിച്ച് കയറ്റി. പിന്നെ അമ്മക്ക് ഓക്കെ ആയി. ആക്ച്വലി എനിക്കൊരു ക്ലോത്തിങ് ബ്രാൻഡ് ഉണ്ട്, ലൂമിന പേര്. അവിടുന്ന് പർച്ചേസ് ചെയ്ത ഡ്രസ്സാണ് നിങ്ങൾ രണ്ടാളും വിയർ ചെയ്തിട്ടുള്ളത്. കണ്ട നമ്മൾ ഡ്രസ്സ് കണ്ട ഷാമി ഇപ്പൊ വിയർ ചെയ്ത ഡ്രസ്സ് ലൂമി ക്ലോത്തിങ് സ്റ്റോറിന്ന് വാങ്ങിച്ചതാണ്. ഇതും ലൂമിൻ്റെ ആണ്. ഓക്കെ, ഷർട്ട്സ് മാത്രമല്ല ലൂമിയിലെ ജീൻസും ഉണ്ട്. ഈ ജീനും ലൂമിൻ്റെ ആണ് ഗൈസ്. ഒറ്റയ്ക്ക് ഞങ്ങൾ ലാസ്റ്റ് കൊടുക്കാം. ഓക്കെ, അറിഞ്ഞൊരു കോഴിക്കോട്ടൊരു രുമാളത്തെ മാറി വരല്ല. കുട്ടികളെ പോലെ എല്ലാത്തിലും കയറി, എല്ലാ റൈറ്റ്സും കയറി ഓടി ചാടി കളിച്ച് നല്ല രസമായിരുന്നു ഇന്നത്തെ ഡേ. ഇങ്ങനെ ചെറിയ ചെറിയ മൊമെന്റ്സ് മതി നമുക്ക് മനസ്സിനറിയാൻ. മെസ്സി അതിന്റെ ഇടയിൽ പുറത്തേക്ക് നോക്കിയിട്ട് എല്ലാവരെയും വിളിച്ചൊച്ചുണ്ടാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കോർട്ടിൻ്റെ അടുത്ത് ഫുഡ് കഴിക്കാൻ പോയപ്പോഴാണ് നമ്മൾ ഈ കിഡ്സിന്റെ പ്ലേ ഏരിയ കണ്ടത്. കിഡ്സ് ക്യാപിറ്റോൾ പറഞ്ഞ ഒരു പ്ലേസിൽ വന്നിട്ട് നമുക്ക് മെസ്സിനെയും കൊണ്ടായിരുന്നു നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ മെസ്സിനേക്കാളും എൻജോയ്മെന്റ് ഞങ്ങൾക്കായിരുന്നു. മെസ്സിനെ കയറ്റിയിട്ട് പാരൻ്റായിട്ട് ഷാമി കയറി. പിന്നെ എക്സ്ട്രാ എമൗണ്ട് കൊടുത്തിട്ട് ഞാനും കയറി. ഉമ്മയ്ക്കാക്കിയും പുറത്തിരുന്നു, അവര് കയറിയില്ല. മെസ്സി എക്സൈറ്റ് ആണെങ്കിലും അവനേക്കാളും എൻജോയ് ചെയ്തത് ഞങ്ങളായിരുന്നു. ആക്ച്വലി നല്ല കോമഡി ഉണ്ടായിരുന്നു അന്ന്. കുറേ നല്ല മൊമെന്റ്സ് നമുക്ക് കിട്ടി. ഇത് കിഡ്സിന്റെ കുക്കിംഗ് ഏരിയ ആയിരുന്നു, അവിടെ കളിക്കാനുള്ള. അപ്പൊ ഞാനും മെസ്സിയും കയറി അവിടെ കുക്കിംഗ് ഒക്കെ നടത്തി. കുക്കിംഗ് വ്ളോഗൊക്കെ എടുത്തു. എല്ലാം കൂടെ നല്ല അടിപൊളിയാക്കി. മെസ്സി നെയ്മുല്ലാസയെ ഫ്രൈ ചെയ്യുന്നിടത്ത് വെച്ചു. കുട്ടികളെ ആപ്രോൺ ഉണ്ടായിരുന്നു, അതെനിക്ക് കറക്റ്റ് റെഡി ആയിരുന്നു, അതിട്ടു. മെസ്സി എന്ത് കണ്ടാലും ബോൾ എന്നാ പറയാ. മെസ്സിന്റെ കൈമിൽ കുറച്ച് റൗണ്ടുള്ള സാധനങ്ങൾ ബോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. മെസ്സി എന്ത് കൊടുത്താലും, ഉള്ളി കൊടുത്താലും തക്കാളി കൊടുത്താലും എന്ത് കണ്ടാലും മെസ്സി ബോൾ എന്നാ പറയാം. കുക്ക് ചെയ്തോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഷാമിനെ കാണുന്നില്ല. നോക്കുമ്പോൾ ഇതാ കുത്തണം ആടുന്നു. സ്ലൈഡിൽ ഇറങ്ങാനൊക്കെ ഭയങ്കര ഈസിയാണ്. സ്ലൈഡിൽ ഇറങ്ങി പൂര കുത്തിപ്പോയിട്ട് നല്ല വേദന ഉണ്ടായിരുന്നു. പിന്നെ ഷാമിൻ്റെ പുറം പോയിട്ട് ഇതിലൂടെയൊക്കെ നടന്നു. പിന്നെ ഒരു സ്പോഞ്ച് മാത്രമുള്ള ഏരിയയിലേക്ക് നമുക്ക് ചാടാനൊക്കെ പറ്റിയിരുന്നു. പക്ഷെ ആദ്യം കണ്ടപ്പോൾ സുഖമായിരുന്നു, പക്ഷെ ചാടാനൊക്കെ ഒരു പേടി. അതിൻ്റെ ഉള്ളിൽ നമ്മളെ കിഡ്സിനുള്ളതായതുകൊണ്ട് നമ്മളെ വീട്ടിൽ അവിടെ ആക്കാമോ എന്നുള്ളൊരു ടൗച്ചൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓക്കെ, പിന്നെ നമ്മൾ കളിച്ചു, നമ്മൾ ട്രൈ ചെയ്തു. പിന്നെ സമയം പരിമിതമായതിനെക്കൊണ്ട് അവരെ നോക്കുന്നുണ്ടായിരുന്നു, നമ്മളെ വിളിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് 10-15 മിനിറ്റ് കൂടി ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഞങ്ങൾ ബാക്കിയുള്ള ഏരിയ കവർ ചെയ്യാൻ നോക്കി. ടിക്കറ്റ് എടുക്കുമ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഞങ്ങളടുത്ത് കയറ്റോ ഇല്ലെങ്കിൽ കിഡ്സിന് മാത്രമുള്ളതാണോ, നമുക്കൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല എന്നല്ലേ. പക്ഷേ ചില സെക്ഷൻസിൽ കിഡ്സിനെ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. പക്ഷെ ചില സെക്ഷൻസ് ബാലൻസിനും കയറിനാക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ചില ഗെയിംസ് കണ്ടപ്പോൾ ഞാൻ ഈസിയല്ലേ നമുക്ക് ആദ്യം പറഞ്ഞ് കയറി. പക്ഷെ കയറി കഴിഞ്ഞപ്പോൾ തിരിഞ്ഞ് കുറച്ച് ടാസ്ക്കാണ് ഉള്ളത്. കിഡ്സിനായിട്ട് ഉണ്ടാക്കിയ ചില ഏരിയയിൽ പോയിട്ട് ഞങ്ങൾ കളിച്ച് അത് കാണുമ്പോൾ അവിടുത്തെ സ്റ്റാഫൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. സ്റ്റാഫ്സൊക്കെ ഭയങ്കര ചിരിക്കുന്നുണ്ടായിരുന്നു നമ്മൾ കളി കണ്ടിട്ട്. നമ്മൾ അത്രയും കോമഡി ആയിട്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നമുക്കിവിടെ എൻട്രി ചെയ്യുമ്പോൾ അവരൊരു സോക്സ് തരും. സോക്സിന് എക്സ്ട്രാ എമൗണ്ട് ഉണ്ട്. സോക്സ് തന്നിട്ട് ആ സോക്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ കയറാൻ പറ്റുള്ളൂ. കാരണം വരിയിട്ടില്ല, നമ്മൾ പുറത്തുനിന്ന് വരുന്ന കച്ചിലൊക്കെ അവിടെ ആവും. ഓരോ ഗെയിം കഴിയുമ്പോൾ ഞങ്ങൾ പോയിട്ട് ലാസ്റ്റ് നമുക്ക് വേറെ അങ്ങനെയൊക്കെ. പക്ഷേ അവർ നെക്സ്റ്റ് ഗെയിം ആണപ്പോൾ ഞങ്ങൾ അതിലൊക്കെ കയറിയിരുന്നു. പിന്നെ അവർ വിളിക്കാൻ തുടങ്ങി ഞങ്ങളെ ടൈം കഴിയാനായി, വേഗം ഇറങ്ങാനുള്ള പോലെ. പിന്നെ നമ്മൾ ലാസ്റ്റ് ഒരു സെക്ഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടായിരുന്നു ഞങ്ങൾ മെയിനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നേ. മെസ്സി ഭയങ്കര മെസ്സിക്ക് ഒരു ബോൾ കിട്ടിയ പിന്നെ വേറെ ആരും വേണ്ട, മെസ്സി അതന്നെ മതി. മെസ്സി ആ ബോളിൽ തന്നെയായിരുന്നു മെസ്സിൻ്റെ കോൺസെൻട്രേഷൻ ഫുള്ളും. ആക്ച്വലി നമ്മൾ ഫോട്ടോഷൂട്ടിനാണ് വന്നത്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ അതൊക്കെ മാറുന്നു. ഫോട്ടോ എടുക്കേണ്ട കാര്യം നമുക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. കുറച്ച് ഫോട്ടോസൊക്കെ നമ്മൾ ആദ്യം ഓർഡർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കയറി ഇവിടെ തന്നെ കുറേ ടൈം സ്പെൻഡ് ചെയ്തു. ഒരുപാട് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തു. 5 minutes കൂടി ബാക്കിയുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എന്തൊക്കെ ആ സമയം കൊണ്ട് ഇവിടുന്ന് കുറേ ജമ്പ് ചെയ്ത് കളിച്ചു. മെസ്സി ഇങ്ങനെ ഇറങ്ങി അങ്ങോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. കുറേ മെസ്സിൻ്റെ ബൈക്കിൽ പോയി.
പിന്നെ ഞങ്ങളെല്ലാവരും ഇരുന്നു ജമ്പ് ചെയ്ത് മെസ്സിനെ തള്ളിയിടാൻ നോക്കി. ഫൈനലി ഇന്ന ടൈം കഴിയാനേ ഇവർ പറഞ്ഞു. അങ്ങനെ അയാൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി. ഇന്നും ഇത്രയേ ഉള്ളൂ. ഇപ്പം നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. ബൈ.